എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച ഉടനെ ജസ്റ്റ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് അത് കുടിക്കും. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതും. ടു ഡു ലിസ്റ്റ് അതിന് എപ്പോഴും എഴുതുമൊന്നുമില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ എഴുതുള്ളൂ, മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകണ്ടായിരുന്നു, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൊറിയർ വന്നതാണ്. പിന്നെ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് സ്ക്രഞ്ചീസാണ്. ഞാൻ മീഷോന്നാണ് ഇത് ഓർഡർ ചെയ്ത്. 12 പീസസ് ഉണ്ടായിരുന്നു ഇതിൽ. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 130 അകത്തായിട്ടാണ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു വരുന്നത്. ഇതിൽ എനിക്കാകെ കുറച്ച് കളേഴ്സ് മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ. പിന്നെ അത്ര സ്ട്രെച്ചബിളും അല്ല, ചെറിയ തിൻ ഹെയർസ്, അതായത് കുട്ടികൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയ ആൾക്ക് എനിക്കത്ര നല്ലതായി തോന്നിയില്ല, വെറുതെല്ലാം തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ട്ടാ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോകാണ്ടായിരുന്നെന്ന്, അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ അതാണ്. പിന്നെ കുറച്ച് ബാഗ് പാക്ക് ചെയ്യാണ്ടായിരുന്നു. ബാഗ് പാക്ക് ചെയ്യാന്ന് വെച്ചാൽ പോകുമ്പോൾ ബോറടിച്ചാൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളും വെക്കുന്നുണ്ട്. ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന്. നമുക്ക് പോകാനുണ്ടായിരുന്നത് പയ്യന്നൂരാണ്. പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതിയായിരുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2 hour 1.5 hour അത്രേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ലൈറ്റായിട്ടൊരു ലഞ്ച് കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോറടിച്ചപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ചേതൻ ഭഗത്തിൻ്റെ 1 Arranged Murder എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണിത്. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഞാൻ ഇത് ഇപ്പോൾ വായിച്ച് ഫുള്ളായിട്ടില്ല. ബട്ട് വായിച്ചെടുത്തോളം എനിക്ക് വെറുതായിട്ടാണ് തോന്നിയത്. വെറുതായും തോന്നിയിട്ടില്ല. പിന്നെ ഞാനങ്ങനെ ബുക്സ് വായിക്കുന്ന ടൈപ്പല്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. ബട്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രീൻ ടൈം കുറയ്ക്കാനും പിന്നെ നമ്മളെ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങളും വായിക്കാം. ഡ്രൈവിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പുറത്താണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. നല്ല വെയിലും ഉണ്ടായിരുന്നു.
അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് റിട്ടേൺ പോകുമ്പോൾ എവിടെയെങ്കിലും ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റായ കാരണം എങ്ങോട്ടും പോയില്ല. ജസ്റ്റ് ഒരു സ്ഥലത്ത് കയറി അവിടെ ടീയും ജസ്റ്റ് കടിയും കുടിച്ച് പിന്നെ ഇറങ്ങി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഫാമിലി ആയിട്ടും ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ നല്ലൊരു സ്പോട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര ഒരു എസ്തെറ്റിക് വൈബും നല്ലൊരു വൈബുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്വിമ്മിങ്ങും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ അവിടെ പോയിട്ട് അതിലിരുന്ന് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഫാമിലിയൊക്കെ ടീ കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒന്നുമില്ല, എന്നിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.